പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഒന്നും അല്ല കേട്ടോ, ഈവനിങ് വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പച്ചേരി വിഷ്ണു ക്ഷേത്രത്തിൽ കേട്ടോ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി, കണ്ണുകുട്ടി കുളിച്ചു, പൂജുട്ടി കുളിക്കാൻ വേണ്ടി പോയിരിക്കാം. ഈ ഡ്രസ്സ് നമ്മൾ അന്ന് ടോപ്പ് തുന്നിയില്ലേ പരാഗന്ന് റെഡി മെറ്റീരിയൽ എടുത്തിട്ട്, അതാണ്. അപ്പം ഇനി നമുക്ക് അമ്പലത്തിൽ പോണതും ഒരുങ്ങണതും കാണിക്കാം. പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാ, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് വരാം. കുറേ ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും കയ്യോടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മൂന്നാളും ഉണ്ടല്ലോ, മറ്റേത് കണ്ണുകുട്ടി സമയമാകുമ്പോൾ കളിക്കാൻ വേണ്ടി പോകാറുള്ളതാണ്. ഇപ്പോൾ പിന്നെ പോകാത്തതുകൊണ്ട് അവനെയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ക്രീമില്ലേ, അതങ്ങോട്ട് തേച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തോണ്ടിയെടുത്തിട്ടൊക്കെയാണ് ചെയ്തത് കേട്ടോ. ലാസ്റ്റും കൂടെ ഞാൻ അങ്ങോട്ട് തോണ്ടിയെടുത്ത് തേച്ച് കഴിച്ചു. അപ്പോൾ ഒരു സമാധാനമാണ്, മനസ്സുഖമാണ് കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നൊരു ടെൻഷൻ ഉണ്ടാവും. ഞാൻ എന്ത് സംഭവം കഴിഞ്ഞാലും അങ്ങനെയാണ് കേട്ടോ, അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുക്കാൻ പറ്റുന്നിടത്തോളം എടുത്തിട്ടാണ് അത് കളയുള്ളൂ. എന്നിട്ട് ആ കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടും വെച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് എൻ്റെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ. ഇനി മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പീലിത്തിരുമുടി കെട്ടാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇങ്ങോട്ട് എടുത്തൊരു കുഞ്ഞ് ക്ലിപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഈ ചുരിദാർ എനിക്ക് നല്ല ഇഷ്ടമായി ഇടാൻ വേണ്ടിയിട്ടും, നല്ല സുഖം ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് കുറച്ച് 2-3 ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പുതുമൊന്നും ഇടുമ്പോൾ എനിക്കില്ലെങ്കിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. ടോപ്പ് കുറച്ച് ഇറക്കം കുറവായതുകൊണ്ട് ലെഗിൻ ഇടുമ്പോൾ ഒന്നുകൂടെ ബോറാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിന് പലാസയാണ് കേട്ടോ, നല്ല ഫ്ലെയറുള്ള പലാസ പാൻ്റാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ, എനിക്കിഷ്ടമായി. ഇനി പലരുടെ കണ്ടൽ പല പോലല്ലേ, അങ്ങനെ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ. ഇനി പൂജിട്ട് വന്നിട്ട് അവളുടെ ഒരുക്കം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഒരു 6:10 ആവാറായിട്ടുണ്ടാവും. 6:10 എത്രയായി, 6:15 കഴിഞ്ഞു. 6:06 നമ്മൾ നേരത്തെ ഒരു 6:15 ഇറങ്ങിയാൽ മതി, 6:20 ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്കിനി പോകുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കണം. എന്നാലും പിന്നെ വരുമ്പോഴേക്കും കുറച്ച് നേരം വൈകിയാലോ, വേഗം പോയിട്ട് വരും, എന്നാലും നമ്മൾ വിളക്ക് വെക്കേണ്ട സമയം വൈകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം, വിളക്ക് വെച്ചിട്ട് പോയി. ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ പോയി വരുമ്പോഴേക്കും എങ്ങനെ പോയാലും 7 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോഴേക്കും വിളക്ക് വെക്കേണ്ട സമയം തെറ്റല്ലേ. എന്തായാലും വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോവാം, ഭഗവാനെ കാണാൻ പോവല്ലേ, നമ്മുടെ വീട്ടിലൊരു തിരി കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അവിടെ പുറപ്പാട് കഴിയണേ ഉള്ളൂ. കണ്ണൻകുട്ടിയുടെയും പൂജിട്ടിക്ക് നല്ലോണം സമയം വേണം കേട്ടോ എങ്ങനെയെങ്കിലും ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളക്ക് വെച്ചു കേട്ടോ. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത്. പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ്, ഒരു 5-5:30-6 മണിക്കൊക്കെ. അപ്പം നമ്മൾ പോയിട്ട് വരാം അമ്പലത്തേക്ക് കേട്ടോ. എന്താ പ്രശ്നം, വേഗമായി. ഇതാ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ പാടാണ്. പാടത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ സമയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞ വരമ്പാട്ടോ, വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ല, പക്ഷെ അവിടെ ആൾക്കാർ കാണും. പൂജനെ കാണിച്ചായിരുന്നോ? നല്ല രസമുണ്ട് കേട്ടോ, സൂര്യപ്രകാശവും. പ്രത്യേക രസമാണ് ഈ സമയത്ത്. പണ്ടൊക്കെ മുന്നേ, പണ്ട് എന്ന് പറഞ്ഞാൽ പൂജ വയ്ക്കും പണ്ടും. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിരുന്നായിരുന്നു, ഇന്നും വൈകിട്ട്. അന്ന് പൂജട്ടിക്കൊരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, എന്നും കഥ പറയുമല്ലോ അത്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഈ തോട്ടിൻ്റെ പക്കത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവും. ഒരു 6:45 ആകുമ്പോൾ അല്ലേ പൂജയോ? അയ്യോ അതൊരു കാലം. എന്താ ഇവിടെ? അതിൻ്റെ മേലെ ആൾക്കാരും ഉണ്ടോ? ആ ഇവിടുന്നാണ് നമ്മളൊന്ന് മീൻ പിടിച്ചത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിതാ ഇവിടെ ഈ ഒരു തോട് വരമ്പത്ത് വന്ന് കുറേ നേരം ഇരിക്കുകയായിരുന്നു കേട്ടോ. വിളക്ക് വെക്കുന്ന സമയത്താണ് ഇവിടുന്ന് നീറ്റ് പോവാറ്. പൂജിട്ടിൻ്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും, എന്നിട്ട് കുറേ കാര്യമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അലറിമരത്തിൻ്റെ പൂ പോലെ നോക്കി നോക്ക്, മൊത്തത്തിലല്ലേ. ഞാൻ ഇന്നത് കൂടെ വരാൻ നിന്നാ ഭാഗ്യല്ലേ. ഇതൊരു കൃഷിയാണ്. ആണ് ഓലോടാണെങ്കിൽ ചോദിച്ചതാ.
നമ്മൾ അമ്പലത്തിലെത്തി നേരെ തൊഴാൻ വേണ്ടിയിട്ട് കയറി. ദീപാരാധനയുടെ സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലപോലെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി ആരും ഉണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പിള്ളേർ ഇരുന്നിട്ട് ഗെയിം കളിക്കണമൊക്കെ ഉണ്ട്. തൊഴാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അസലായിട്ട് തൊഴുകയൊക്കെ ചെയ്ത് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേച്ചി പായസം വേണോ ചോദിച്ചു. പായസം കണ്ടപ്പോൾ തന്നെ കണ്ണുകുട്ടി നമുക്ക് പായസം കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ വലം വയ്ക്കണത് കൂടെ കേട്ടോ. അങ്ങനെ പായസമൊക്കെ വാങ്ങി തിരിച്ച് പോരാണ്. ഇവിടെ കാണുന്ന ഞാൻ വരുമ്പോൾ കണ്ടായിരുന്ന ഈ ചെടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് എനിക്ക് തോന്നുന്നു എള്ളാണോ എന്താണെന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ തൊഴലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം വേഗം കഴിക്കണം കേട്ടോ. ആ ഒരു കൊതിയിലാണ് ഓടി വന്നിട്ടുള്ളത്. നമ്മൾ അമ്പലത്തിൽ പോയി വന്നുകൊണ്ട് അവിടുന്ന് ഇതാ നല്ല പായസം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. തെച്ചികുളങ്ങര ഭഗവതി നാളിൽ ഉത്സവം കണ്ടു മടങ്ങുമ്പോൾ ഈ പായസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോവായിരുന്നു കേട്ടോ. വൈകിട്ട് അവിടുന്ന് പായസം പൊന്നു വാഴല അതൊന്നും ഡാർക്കായി ഒന്നും ഇങ്ങോട്ട് അല്ല ലൈറ്റായി ഒന്നും ഡാർക്കായിട്ടാ വെള്ള പോലെ. അപ്പോൾ ഏത് അമ്പലത്തിലെ പായസം ആയാലും അടിപൊളിയാണ് കേട്ടോ. മുന്തിരിങ്ങയൊക്കെ ആയിട്ട് നെയ്യൊക്കെ ഒരുപാട് ഇട്ടിട്ടായിരിക്കും. ഇതും സൂപ്പറാണ് കേട്ടോ. അത് അവിടെ കണ്ടപ്പോഴേ കണ്ണക്കുട്ടിയുടെ കൺട്രോള് പോയിട്ട് ഇങ്ങനെ കിട്ടുമോ കിട്ടില്ല ഭാഗ്യത്തിന് നമുക്ക് കിട്ടി. നല്ല ടേസ്റ്റാണ്. ചെറുതിനൊക്കെ മെയിനായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നത് ഭക്തി കൊണ്ടല്ല കേട്ടോ, പായസം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശബരിമലക്കാലം ആയാൽ വൃശ്ചികമാസം ആയാൽ ഇത് നമ്മൾ തേങ്ങ ഉടക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൂളിന് തേങ്ങയുടെ മുറിക്ക് വേണ്ടിയിട്ട് ഓടി അടി ഉണ്ടാക്കും. അതൊക്കെ ഒരു കാലം. ഇവർക്കൊന്നും ആ കാലം അറിയില്ല. നിങ്ങൾ അമ്പലത്തേക്ക് വിളിച്ചാൽ ചോദിച്ചു വരും കേട്ടോ. നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ എന്താ വല്ലേ സെലിം കുമാറും മറ്റേ പോലെ ഞാനും മോളും പോകും. ഇനി നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യണം. അപ്പം ഇന്ന് ഇറച്ചി മീനൊന്നുമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ സമയത്തേക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കണ്ടു പോട്ടെ. ഇന്നലെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടായാലും കുഴപ്പമൊന്നുമില്ല. ചേമ്പിട്ടിരിക്കണം കേട്ടോ. നമുക്കിത് വെച്ചിട്ട് മോര് ഒഴിച്ച കറി വയ്ക്കാം. മോര് കറി വയ്ക്കാം. ഇത് കുറച്ച് മുന്നേ കുറച്ച് ദിവസമായി നമ്മൾ അന്ന് പച്ചക്കറി വാങ്ങിയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചേമ്പ് കേടൊന്നും വരില്ല, പിന്നെ അതങ്ങനെ മറന്നിരിക്കും. ഇപ്പോൾ ഈ ചേമ്പാണോ പുഴുങ്ങിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാൻ അതിനുണ്ടാവും നമുക്ക് എടുത്തേക്ക് പോലെ നല്ല കുത്തി വറുത്തിട്ട് അങ്ങനെ കഴിക്കാനും രസമാണ്. ചേന പേതോ ചേന വരാം, ചേന പൊരിച്ചാടി പോയോ. ആ ഉപ്പേരി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഇഷ്ടമായി ചേമ്പും മുളക്. പക്ഷേ മുളക് ഇട്ടുന്നതും ഇഷ്ടമാണ്. നമുക്ക് പുഴുങ്ങിട്ട് ഒരു ദിവസം കഴിക്കാം. ഇതൊരു വഴുവഴുപ്പാവൂലേ. ആ പക്ഷെ മോരുകറി ഇപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നാളേക്ക് ഉണ്ടാവും. നമുക്കിത് വേഗം ഉണ്ടാക്കിയിട്ട് കറിയൊക്കെ വെച്ചിട്ട് മാങ്ങുന്ന അത് ഉണ്ടാക്കാം കേട്ടോ. വേഗം ചേമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഈ ചേമ്പ് ഇട്ടിട്ടുള്ള മോരുകറി നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. ചേമ്പും കുമ്പളങ്ങയും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേമ്പ് മാത്രമാണെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും മോരുകറി വെക്കാം. കഷ്ണമില്ലാണ്ടെയും നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്കത് കഴുകിയിട്ട് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഏത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളുമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് മീനൊക്കെ കിട്ടണ കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ തട്ടിമുട്ടി പോകണമല്ലോ. ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചിക്കൻ ഉണ്ടെങ്കിൽ 4 പ്രാവശ്യം നമ്മൾ സിമ്പിളായിട്ട് പോകണം. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ 2-3-4 ദിവസം ഉണ്ടാവും കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചതേ. കുക്കറിൽ ചേമ്പിട്ട് എടുത്തിട്ട് പാകത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകും നുറുക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ. ചേമ്പ് വേവാൻ വേണ്ടിയിട്ട് ഒരു 2-3 വിസിൽ അതിനകത്ത് ആയിക്കോളും. ഞാനൊരു 3 വിസിലാക്കി തോന്നുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ നാളികേരം പൊളിച്ച് ചിരകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാളികേരമൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു, നാളികേരം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളികേരമൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. നോക്കുമ്പോൾ വെള്ളമൊക്കെ പൊട്ടയായിരുന്നുണ്ട്, അതുകൊണ്ട് അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് വേഗം ചിരകി വെക്കാം. എന്താ വെച്ചാൽ കറണ്ട് നമ്മൾ എപ്പോഴും പറയണ പോലെ എപ്പോഴാണ് പോകാമെന്ന് പണി മുടക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ വേഗം ചിരവേ
കറിയൊക്കെ എടുത്തിട്ട് വേഗം വേഗം ചിരകിയിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. ഇനിയിപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പിലേക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ചിരകേണ്ട പാട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിരകലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇനി അരപ്പിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും, നല്ല ജീരകം, ഒരു ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോണത്. കുരുമുളക് പൊടി ഓൾറെഡി നമ്മൾ ആ കറീനകത്ത് ഇട്ടുകൊണ്ട് തന്നെ വേറെ ഇടേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് കുരുമുളക് കൂടെ ഇട്ടിട്ട് അരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരൊറ്റ അടി അടിച്ച് മഷി പോലെ അരച്ചെടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് തൈരാണ് അതിൽ ഒഴിക്കുക, വെള്ളമല്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ഒഴിക്കാറ്. അപ്പോൾ കറിക്ക് നല്ല പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. വേണമെങ്കിൽ ഒരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല. അരപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കൈയോടെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇല്ലെങ്കിൽ അവിടെ ആ വെള്ളവും കാര്യങ്ങളും നമ്മൾ ചിരകിയതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് ഇനി അടുത്ത പരിപാടി ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സുഖമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ തുടയ്ക്കുമ്പോൾ ആ കൈ എത്തണോടത്ത് മൊത്തം അങ്ങനെ അങ്ങോട്ട് പോകും. അത് അങ്ങനെ അങ്ങോട്ട് ശീലമായി. അവിടെ മാത്രം അല്ലാണ്ട് എല്ലായിടത്തും പോകും. അത് ചിലപ്പോൾ കുറച്ച് മുന്നേ തുടച്ചിട്ടാണെങ്കിലും അതങ്ങനെ അങ്ങോട്ട് ശീലമായി, പൂജുട്ടി പറയണ പോലെ. ചേമ്പൊക്കെ അസലായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തുടഞ്ഞ് പോവല്ല, നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടണം കേട്ടോ. ഈ സമയം കൊണ്ട് എനിക്കൊരു പണിയായിട്ട് 2 എണ്ണം വന്നിട്ടുണ്ട്. ഈ മാട്ട ചെക്കൻ്റെ ടൈം ടേബിൾ എഴുതിയിട്ട് പകുതി കറി മൊത്തം പോയി ഉള്ളേ പോയിട്ടുള്ളൂ. ചേച്ചി അറിഞ്ഞോ ചേച്ചിക്ക് കറി കുറവാണ്, എല്ലാവർക്കും കറി കുറവായിരിക്കും മാത്രമേ ഉള്ളൂ. കട്ട് ടൈം ടേബിൾ വരയ്ക്കണം. ഇവിടെ എത്ര എണ്ണം? 9 എണ്ണോ? അവിടെ 9. 1 2 3 4 5 6 7 8 9. അപ്പം അത്രയും 4 5 6 7 8 ആയുള്ളൂ. 9 ഗൈസ്. എൻ്റെ ഫോണിനകത്താണ് അവൻ്റെ ടൈം ടേബിൾ ഇട്ടത്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്താകുമ്പോൾ അവൻ പോണ സമയത്ത് ആകെ കൂടെ ധൃതിയായിട്ട് അവന് ടൈം ടേബിളും നോക്കണം, എനിക്ക് വീഡിയോ എടുക്കണം, ആകെ കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞൊരു A4 അവൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു. ഞാൻ വരച്ചത് കുളമാക്കി ഏകദേശമൊക്കെ. എന്തായാലും വരച്ചത് കുളമായാലും എഴുതിയതൊക്കെ അടിപൊളിയായിട്ട് ടൈം ടേബിളൊക്കെ ചുമരുമോടെ കൊണ്ട് ഒട്ടിച്ചു. എന്നാൽ രാവിലെ നീട്ടിട്ട് അവന് നോക്കിയിട്ട് എടുത്തിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കറി ആ ഒരു തിരക്കിനിടയിൽ തൂവിപ്പോയി. ഇവൻ്റെ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ശ്രദ്ധ അതിലേക്ക് തെറ്റി. അപ്പോൾ കുറച്ച് തൂവിപ്പോയി. അപ്പോൾ അവിടെയൊക്കെ കൈയോടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കറിയൊക്കെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ വറുത്തിടാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. കറി വറുത്തിട്ടിട്ട് ദാ നമ്മുടെ കറിയൊക്കെ സെറ്റായി അടച്ച് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് കണ്ണൻകുട്ടി മീൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വരണ സമയത്ത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി കുളമംഗലത്തേക്ക് പോയതാണ് കേട്ടോ. അധികം ഇരുട്ടായിട്ടൊന്നുമില്ല, ടോർച്ച് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുളമംഗലത്ത് എത്തും. നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോവാറില്ലേ വളാഞ്ചേരിക്ക്, അങ്ങനെ പാടം കിടന്നിട്ട് ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അവൻ വരണ സമയം കൊണ്ട് ഞാൻ ഇരിക്കുന്ന 4 പാത്രങ്ങൾ വേഗം കൈയോടെ അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ ഇവിടെ കൂട്ടത്തിൽ പിള്ളേരും ഉണ്ടാവും. ചില സമയങ്ങളിൽ അവർക്ക് കടയിലേക്ക് പോകണമെങ്കിൽ ഇവരും കൂടെ പോവാറുണ്ട്, ഇവന് വേണമെങ്കിൽ അവരും പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെ ആൾക്കാരൊക്കെ അപ്പൊ മോളെന്തിനെങ്ങനെ നിന്ന് മത്തി കിട്ടിയിട്ടുണ്ട്. ഇവളെന്നെ ചെയ്തിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ 3-ാമത്തെ പ്രാവശ്യം 4-ാമത്തെ പ്രാവശ്യം ഞാൻ പറയുന്നത്. മത്തി കിട്ടിയിട്ട് ഇതാ കണ്ണൂട്ടി കൊടുത്തേട്ടോ. അടിപൊളി മത്തിയാ. 100 രൂപയ്ക്ക് 10 എണ്ണം. 10 എണ്ണം ഉണ്ടായില്ലേ? 9 ഉള്ളൂ. 4 6 8 9 ഉള്ളൂ. പ്രാവശ്യം നമ്മളെ പറ്റിച്ചു ഗൈസ്. ഇത് നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് മോര് കറി മത്തി വറുത്തത്. ഷോ ഇവിടെ ഇരുന്നുണ്ടാക്കാം. വെണ്ണില ചന്ദനം തൊട്ട് താരകളാകും രാഗിന്റെ തേൻ ചൂടുമാനന്ദം നീ ചൊല്ലി വിഷു പക്ഷി പോലെ ഞാൻ പാടിയിരുന്നു. ഞാൻ ഈ പോലെയെന്ന് ഞാൻ പാടുന്നു. അതെ.
അങ്ങനെ ഒരു നീണ്ട ഗാനമേളയ്ക്ക് ശേഷം നമ്മുടെ മത്തിയൊക്കെ ഇതാ കഴുകി വരഞ്ഞ് വൃത്തിയാക്കി കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മസാല പുരട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായെ തോന്നിയ പാട്ടൊക്കെ അങ്ങനെ പാടി ഷാജേട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ കേട്ട് സൈ കേട്ടിട്ട് ചോദിക്കും നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കൂടുതലൊന്നും കൂടെ പാടും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമുക്ക് ആരും പേടിക്കാനില്ലാത്തതുകൊണ്ട് വായെ തോന്നിയ പാട്ടൊക്കെ അങ്ങനെ പാടിയോണ്ടിരുന്നു. അതുകൊണ്ട് വേഗം മത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു. മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഇല്ല, 5 ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴുകിയിട്ട് നമ്മൾ അവിടെയൊക്കെ സോപ്പ് ഇട്ടിട്ട് ഷാമ്പൂ ഇട്ടിട്ടൊക്കെ ഒന്നും കൂടെ ഉരച്ച് കഴുകി വെക്കും കേട്ടോ ലാസ്റ്റിലേക്ക്. എന്നിട്ട് നമ്മൾ ആ പൈപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുന്നത് വെച്ചാൽ അതവിടെയൊക്കെ കൈ തട്ടിയിട്ടുണ്ടാവില്ലേ. മത്തിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ പോയി വന്നപ്പോഴേക്ക് ഇരുട്ടായി. അപ്പോൾ നമുക്ക് പുറത്തിരിക്കാൻ വേണ്ടി ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് അകത്ത് വെച്ചിട്ട് മീൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഒന്നും തോന്നരുത്. അപ്പം മത്തിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, പിന്നെ ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പെരിഞ്ചീരകം ചതച്ചത്, വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് അങ്ങോട്ട് അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളിതാ പാനലിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ മീൻ കുട്ടന്മാരെങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. മത്തി സൂപ്പർ മത്തിയാട്ടോ, പനിഞ്ഞിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഞ്ഞിലുള്ള മത്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആവും. മീൻ മുട്ട, മീൻ പഞ്ഞി അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോൾ ആ പനിഞ്ഞിലുള്ളതുകൊണ്ട് തന്നെ മീനെ കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. അപ്പോൾ നല്ലോണം എരിവിലും ചൊടിയിലൊക്കെയാണ് ഞാൻ മസാല പുരട്ടിയിട്ടുള്ളത് കേട്ടോ. പനിഞ്ഞിലുള്ളതുകൊണ്ട് തന്നെ മസാല നല്ലോണം മീനിലേക്ക് പിടിച്ചിട്ടില്ലെങ്കിലും അടിപൊളി എരിവുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ മീനൊക്കെ മൂത്ത് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മീനായതിൻ്റെ ശേഷം നമുക്ക് ആ പനിഞ്ഞിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അയ്യോ, എന്നിട്ട് ആ ചട്ടിയിലില്ലേ ഒരു കോരി ചൂടുള്ള ചോറിട്ടിട്ട് ഇങ്ങോട്ട് പുരട്ടി കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ പൊന്നു മക്കളെ, ഇതിലും വേറെ സ്വർഗം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ കുട്ടികൾക്ക് അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. അപ്പം ഇനി ഞാനത് ചോറൊക്കെ ഇട്ട് കുഴച്ച് ഒരാൾക്ക് 2 ഏറെ കിട്ടി പറഞ്ഞാൽ അടി ഉണ്ടാക്കാൻ ഞാനിപ്പോൾ എന്തായാലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് ആ പൂതി അവിടെ വെച്ചു. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് മത്തി കിട്ടുമ്പോൾ കൊതിയോടെ നമുക്കത് ഉണ്ടാക്കാം കേട്ടോ. ഇനി ആ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ പനിഞ്ഞിലും കൂടെ വറക്കാൻ വേണ്ടി വെക്കാം. അതാവണ സമയം കൊണ്ട് ഞാനൊന്ന് മേല് കഴുകി വരട്ടെ. ഇതാ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ചതാണെങ്കിൽ കൂടെ ഈ മത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ രാത്രിയിൽ കിച്ചണിൽ എന്ത് പരിപാടി ചെയ്താലും എനിക്ക് കിടക്കണ നേരത്ത് കുളിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ചു. ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രിയിലേക്കുള്ള എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ട്, 9-9:30 ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഫുഡൊക്കെ വിളമ്പി. ഇനി നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കട്ടെ കേട്ടോ. രാത്രിയിലത്തെ കിച്ചണിൽ കയറുന്ന ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്താലും തീരാത്ത പണി ഉണ്ടാവും. ഒരിക്കലും തീരുമില്ല. പകലാണെങ്കിൽ എല്ലാം കൂടെ കയ്യോടെ അങ്ങോട്ട് കഴിച്ച് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. രാത്രി ആകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് പൂജ പറയും അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് തോന്നണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇനി അവിടേക്ക് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്തതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ കുറച്ച് ചോറിന്ന് കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് വല്ലാണ്ട് ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ നിൽക്കുക ഞാൻ. അതല്ലെങ്കിൽ നാളെ വെള്ളച്ചോറ്, എനിക്കും കടം കുട്ടിക്കും ഇങ്ങനെ പഴഞ്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. കളയില്ല, അത്രയും പൊട്ടയാലേ കളയുള്ളൂ കേട്ടോ. എന്നിട്ട് അവിടേക്ക് അപ്പാടെ ഒന്ന് തുടച്ചു. ഇനി ഒരു തുടയും കൂടെ തുടയ്ക്കും നമ്മൾ ഷാമ്പൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കുകയാണ്. കുട്ടികളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ആ ഒരു ഇപ്പോൾ അധികാരം പെട്ടെന്ന് ഉറങ്ങണില്ല. അധികാരം വെച്ച് കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയൊന്നും വേഗം ഉറങ്ങില്ല കേട്ടോ. മറ്റത് അവന് 9-9:30 ആകുമ്പോൾ ഉറങ്ങും. എന്താ വെച്ചാൽ കളിയുടെ ക്ഷീണം കൊണ്ട്. ഇപ്പോൾ കളിക്കാൻ പോകാത്തതുകൊണ്ട് ആശാന് രാത്രി ഉറക്കമൊക്കെ കുറച്ച് വൈകിട്ടായതുകൊണ്ട് ഞങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല കാര്യം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ലുഡോ കളിച്ചിരിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. പഠിത്തം കഴിഞ്ഞിട്ട് കേട്ടോ, അവരുടെ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കളിച്ചിട്ട് ഗെയിമൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതാ നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് നേരെ ടേബിളിൽ പോയി അവിടെ കുറച്ച് ഷാമ്പൂടെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് നമ്മൾ ടേബിളും കൂടെ തുടച്ച്. മത്തിയാവുമ്പോൾ എന്താ പറയുക, സ്മെല്ലുണ്ടാവും. നമുക്ക് സ്മെല്ലുണ്ടാവില്ല, നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് അതിന് സ്മെല്ലുണ്ടാവില്ല. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വല്ലാണ്ട് സ്മെല്ലടിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തുടപ്പൊക്കെ ഒന്ന് നല്ലോണം ഒലുമ്പി പിഴിഞ്ഞിട്ട് കയ്യും കഴുകിയിട്ട് നോക്കിയപ്പോഴാണ് അടിച്ച് വരിയിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അത് അടിച്ച് വരാൻ നിന്നതാണ് കേട്ടോ. ട്രൈപോഡ് അതിൻ്റെ മേലെ വെച്ചതാ. ആ ഒരു സംഭവം എൻ്റെ തലയ്ക്ക് ടപ്പേ തന്നെ ചാടി കേട്ടോ. അതവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും അടിച്ച് വരാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. നമ്മുടെ രാത്രിയിലെ ഒരുക്കങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. തീരാത്ത പണികളാവും ഈ രാത്രിയിലും പകലായാലും ഒക്കെ വീട്ടിലെ അമ്മമാർക്ക്. അതുപോലത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. തീരാത്ത പണിയായിരുന്നു. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും പോയിട്ട് മാവുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കഴിച്ചു. ഇനി കയ്യൊക്കെ കഴുകിയിട്ട് നമ്മുടെ വീഡിയോ അവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കാണാം എല്ലാവർക്കും. ടാറ്റ ബൈ, സീ യു.